കണ്ടോ, അടിഭാഗമൊക്കെ മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണിത്, നമ്മുടെ ചെറുപയർ ദോശ. അപ്പോൾ ചെറുപയർ ദോശ ഉണ്ടാക്കി കഴിക്കാത്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഡയറ്റ് നോക്കുന്ന ആളുകളാണെങ്കിലും എണ്ണയൊക്കെ കുറച്ച് ഈ ഒരു ദോശയൊന്നും ഉണ്ടാക്കി കഴിച്ചോളൂ. നിങ്ങളുടെ ഡയറ്റിലൊന്നും ഒരു വ്യത്യാസം വരില്ല. വളരെ ഹെൽത്തിയാണ്, പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ ഈ ഒരു ദോശ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ചെറുപയർ ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് ചെറുപയർ 8 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 6-7 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉപ്പും കായവും മഞ്ഞൾപ്പൊടിയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അരി ചേർത്ത് അരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ അരി വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ 8 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് അരയ്ക്കുക. ഞാനിപ്പോൾ അരി ചേർക്കാതെയാണ് അരയ്ക്കുന്നത്. അതുപോലെ തന്നെ പച്ചമുളക് മാത്രമായിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ഒഴിവാക്കിയിട്ട് 2-3 പച്ചമുളക് ചേർത്ത് അരയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചെറുപയറും വറ്റൽമുളകും എല്ലാം ചേർത്തൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. അപ്പോൾ നമ്മൾ അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില, അതുപോലെ തന്നെ വറ്റൽമുളക്, വറ്റൽമുളകൊക്കെ നിങ്ങളുടെ എരിവനുസരിച്ച് വ്യത്യാസം വരുത്താട്ടോ. എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു പച്ചമുളകും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി, പിന്നെ നമ്മുടെ ചെറുപയർ നന്നായിട്ട് സോക്കായാലേ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. ഇതാദ്യം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കൂടുതൽ വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം. ഇത് അരച്ചിട്ട് പൊളിക്കാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അരച്ചിട്ട് ഉടനെ തന്നെ ദോശ ഉണ്ടാക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചെറുപയർ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറിയൊരു തരിതരിപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ദോശയ്ക്ക് അത് ടേസ്റ്റ് തന്നെയാണ്. ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ഇനി ചേർക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നമ്മുടെ ദോശമാവിൻ്റെ പാകത്തിൽ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ലൂസായാലും കുഴപ്പമില്ല. നമ്മൾ തിന്നായിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ലൂസാക്കി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൽ എരിവ് ഇല്ലാതെ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചട്നിയിൽ എരിവ് ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. ചട്നി ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പോൾ അധികം എരിവില്ലാത്ത ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ നമ്മുടെ തേങ്ങ ചട്നി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഏതിൻ്റെ കൂടെ ആണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. ചട്നി, ടൊമാറ്റോ ചട്നി ആണെങ്കിലും തേങ്ങ ചട്നി ആണെങ്കിലും ഒക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. ഒരു കറിയില്ലാതെ ഇതുപോലെ എരിവുള്ള ദോശ ഉണ്ടാക്കിയിട്ടും കഴിക്കാം നമുക്ക്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമുക്ക് കോരി ഒഴിക്കാൻ പറ്റുന്ന പാകത്തിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ തിക്നെസ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഉടനെ തന്നെ ദോശക്കല്ല് ചൂടാക്കിയിട്ട് ദോശ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ കടലയും പയറും പരിപ്പും ഉഴുന്നും എല്ലാം ചേർത്തിട്ടുള്ള നമ്മുടെ അടദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അതൊന്ന് കണ്ടിട്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. അതിനും കറികളൊന്നും തന്നെ വേണ്ട. പക്ഷെ അതിന് ഇതിനേക്കാൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് വേണം. നമ്മൾ പയറും പരിപ്പും എല്ലാം ചേർത്തിട്ടാണല്ലോ ദോശ ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് 1 കപ്പ് പയർ മാത്രം മതി. ഉപ്പ് കുറച്ച് കുറവാണ്, ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുകയാണ്. എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങ ചട്നി ഉണ്ടാക്കി തുടങ്ങാം. ഞാനപ്പോൾ തേങ്ങ ചട്നിയുടെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും പറയുന്നില്ല എന്ന് വെച്ചാൽ അളവ് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്നത് നമ്മുടെ പൊട്ടുകടല, അതുപോലെ തന്നെ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ ദോശയ്ക്കും എരിവ് ആവശ്യത്തിന് ചേർത്തിട്ടുള്ളതുകൊണ്ട് 1 പച്ചമുളക് ചേർക്കുന്നുള്ളൂ. കുറച്ച് ഉപ്പ്, ഇത്രയും ചേർത്ത് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങ ചേർത്ത് അരയ്ക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം.
നിങ്ങൾക്ക് എത്ര ചട്നി വേണം എന്നുള്ളതനുസരിച്ച് തേങ്ങയുടെ അളവ് തീരുമാനിക്കുക. ഞാനിപ്പോൾ ഒരുപാട് ചട്നി ഉണ്ടാക്കുന്നില്ല, കുറച്ച് ചട്നി മതി എനിക്ക്. തേങ്ങയുടെ കൂടെ തന്നെ 2-3 ഇതിൽ കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്, കുറച്ച് വെള്ളവും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്നി നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് വറവിട്ടെടുക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് വറവിട്ടെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കട്ടെ, അതിനുശേഷം വറവിട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇത് ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ ഉണ്ടാക്കാം, നോൺ സ്റ്റിക്ക് പാനിലും ഉണ്ടാക്കാം. നമുക്കിഷ്ടമുള്ള ചപ്പാത്തി പാനിലോ ഏതിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ നല്ലെണ്ണ തടവിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നെയ്യാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നെയ്യ് തടവിയിട്ട് ഉണ്ടാക്കാം. നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിലും നെയ്യോ എണ്ണയോ തടവി കൊടുക്കണം കേട്ടോ, അപ്പോഴേ നമ്മുടെ ദോശ നന്നായിട്ട് മൊരിഞ്ഞ് വരുള്ളൂ. ഇപ്പോൾ കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ദോശക്കല്ലായതുകൊണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റി ഒഴിച്ചിട്ടാണ് പരത്തിയെടുക്കാൻ പോകുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യം ദോശ ഉണ്ടാക്കുമ്പോഴും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ദോശ പരത്തി കൊടുക്കുക. എത്രത്തോളം കനം കുറച്ച് പരത്താമോ അത്രത്തോളം കനം കുറച്ച് പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ദോശ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ദോശ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ചെറിയ ബർണറിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്, വലിയ ബർണറിലല്ല. നിങ്ങളുടെ ബർണർ അനുസരിച്ച് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഒരുപാട് തീയായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഈ ഒരു സൈഡൊന്നും കുക്കാവാതെ നടുഭാഗം കുക്കായി വരും. അപ്പോൾ സൈഡും കൂടി കുക്കായി വരുന്നതനുസരിച്ച് നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ മുകൾ ഭാഗത്തും കുറച്ച് എണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ 2 സൈഡിലും എണ്ണ വേണം. നെയ്യാണെങ്കിലും തടവി കൊടുത്താൽ മതി. നമ്മുടെ സാധാരണ ദോശ മൊരിഞ്ഞു വരുന്നതിനേക്കാൾ കുറച്ച് സമയം എടുക്കും ഒന്ന് മൊരിഞ്ഞു വരാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കട്ടിയുള്ള ദോശയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് അധികം കനമില്ലാത്ത ദോശ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ദോശയൊന്ന് മൊരിഞ്ഞു വരട്ടെ. തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, മുകൾ ഭാഗം നന്നായിട്ട് കുക്കായി വന്നോളും. നല്ലെണ്ണയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. ഇങ്ങനെയുള്ള ദോശ നമ്മൾ അടദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു കഴിയുമ്പോൾ ചൂടോടെ തന്നെ കഴിക്കുക. അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടാണ് ദോശ ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി ചെറുപയർ വെള്ളത്തിലിടുക, രാവിലെ ആകുമ്പോൾ അരച്ചെടുക്കുക, ഉടനെ തന്നെ ദോശ ഉണ്ടാക്കുക. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുക. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചോളും. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ നമ്മൾ അരി ഉഴുന്നും ചേർത്ത് ദോശ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് ഈ ഒരു ദോശ. എന്താ വെച്ചാൽ ചെറുപയർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ദോശ ദാ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, ദോശക്കല്ലിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, അടിഭാഗമൊക്കെ മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ദോശമാവ് ഒഴിക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എണ്ണ തടവിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിതൊരു പ്ലേറ്റിലേക്ക് വെക്കട്ടെ. ദോശക്കല്ലിന് ചൂട് കൂടുതലാണെങ്കിൽ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തിട്ട് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ദോശ സ്പ്രെഡായി കിട്ടില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ. അതുകൊണ്ടാണ് ചൂട് കൂടുതലാണെങ്കിലെന്ന് പറഞ്ഞത്. എപ്പോഴും ദോശ കുക്കായി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂട് കൂടാതെ ഉണ്ടാക്കിയെടുക്കാം. അടുത്ത ദോശയും കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ദോശ ദാ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചട്നിയും വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ദോശ ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഉണ്ടാക്കി കഴിച്ചോളൂ കേട്ടോ. രാവിലെ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനോ അല്ലെങ്കിൽ ഡിന്നറിനായിട്ടോ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഈ മാവ് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് അടുത്ത ദിവസം ഉപയോഗിക്കാം. ഒരു ദിവസം വരെ ഫ്രിഡ്ജിൽ ഇരുന്നാലും മോശമായി പോവില്ല കേട്ടോ. അധിക ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ദിവസം വെച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഒരു ദിവസത്തെ കാര്യം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ദോശ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ലൈക്കും തരാൻ മറക്കരുത് കേട്ടോ. പിന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് നമ്മുടെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ
നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.